പ്രിയമുള്ളവരെ, വചനജ്വാല 1023 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 19 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 19 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ ബൈബിളിൽ യൂതിത്തിന്റെ പുസ്തകം 11 അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറൂസലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിന്റെ ആദ്യ ഫലവും വീഞ്ഞിന്റെ എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലും നിഷിദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ജെറൂസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ആ ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കയ്യിലേൽപ്പിക്കും. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറൂസലേമിലേക്ക് നയിക്കും. അതിന്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹോളോഫർണസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി കൊണ്ടു അവളുടെ ജ്ഞാനത്താൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും നിന്നെ എന്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിന്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും. നീ നബുക്കദ്നേസറിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോക പ്രശസ്തയാവുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റെമുവാൾഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. തന്റെ പിതാവിനെ ദ്വന്ദ്വയുദ്ധത്തിൽ വധിക്കുന്നത് കണ്ട് ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ 40 ദിവസം തപസ് ചെയ്തു. 7 വർഷം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ തപോജീവിതം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായതിനാൽ ആബട്ടിന്റെ അനുവാദത്തോടെ
വെനീസിൽ പോയി മാരിനൂസ് എന്ന സന്യാസിയോടൊപ്പം തപോജീവിതം നയിച്ചു. അവിടുത്തെ കഠിന നിയമങ്ങൾ അനുസരിച്ച് 12 കൊല്ലത്തോളം ഏകാന്തവാസം അനുഷ്ഠിച്ച് 70-ാം വയസ്സിൽ വിശുദ്ധിയിൽ നിര്യാതനായി. വിശുദ്ധ റെമു വോൾഡിന്റെ മധ്യസ്ഥം തേടി നമ്മൾ ഇന്നത്തെ പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും